വചനധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 24-25 വാക്യങ്ങൾ. Colossians chapter 1 verses 24 and 25. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ജഡത്തിൽ സഭയായ അവൻ്റെ ശരീരത്തിനു വേണ്ടി പൂരിപ്പിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ദൈവവചന ഘോഷണം നിവർത്തിക്കേണ്ടതിന് ഞാൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. പ്രാർത്ഥിക്കാം. വചനമായ ദൈവമേ, തിരുവചനവുമായി തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ ചേർന്നു വരുന്നു. തിരുവചനപ്പൊരുളാൽ ഞങ്ങളെ അനുഗ്രഹീതരാക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപാകടാക്ഷം ഞങ്ങളുടെ മേൽ നൽകുമാറാകണമേ. ആമേൻ. യേശുക്രിസ്തുവിലൂടെ ലഭ്യമായ രക്ഷ അപൂർണമാണെന്നും പൂർണ്ണത നേടുവാൻ മറ്റു ചില വിശ്വാസ രീതികളും അവലംബിക്കേണ്ടതാണെന്നും കൊലോസ്യ സഭയിൽ ഉടലെടുത്ത ചിന്താഗതികളിൽ കൂടെ അവിടെ സംഭവിച്ച വിശ്വാസ പ്രതിസന്ധിയെ നേരിട്ട് സഭയെ വിശ്വാസത്തിൽ സത്യവിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ വേണ്ടിയാണ് പൗലോസ് അപ്പോസ്തലൻ കൊലോസ്യ സഭയ്ക്ക് ഈ ലേഖനം എഴുതുന്നത്. യേശുക്രിസ്തുവിൽ സർവസമ്പൂർണതയും ഉൾച്ചേർന്നിരിക്കുന്നു എന്നുള്ള സുപ്രധാന വിശ്വാസ ദർശനം ഈ ലേഖനത്തിലൂടെ പൗലോസ് സമർത്ഥിക്കുകയാണ്. നാം വായിച്ചു കേട്ട വേദഭാഗത്ത് ദൈവ ശുശ്രൂഷകന്റെ ആളത്വം അഥവാ ഐഡന്റിറ്റി, ശുശ്രൂഷയുടെ അടിസ്ഥാനം റാഷണൽ, ശുശ്രൂഷയുടെ രീതിശാസ്ത്രം മെത്തഡോളജി എന്നിവ വിശദമാക്കുവാൻ പൗലോസ് അപ്പോസ്തലൻ പരിശ്രമിക്കുക. ഈ വേദഭാഗത്തിന്റെ വെളിച്ചത്തിൽ പട്ടത്ത ശുശ്രൂഷയുടെ രണ്ട് കാതലായ ഭാവങ്ങൾ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, പട്ടത്ത ശുശ്രൂഷ എന്നത് ക്രിസ്തു ശരീരത്തിന്റെ ശുശ്രൂഷയ്ക്കായുള്ള ആഹ്വാനമാണ്, ദൈവനിയോഗമാണ്. പട്ടത്ത ശുശ്രൂഷ ക്രിസ്തു ശരീരത്തിന്റെ ശുശ്രൂഷയ്ക്കായുള്ള ദൈവ നിയോഗമാണ്. പൗലോസ് അപ്പോസ്തലൻ ഏറ്റവും വിലമതിച്ച ഐഡന്റിറ്റി എന്നത് ക്രിസ്തുവിന്റെ അപ്പോസ്തലൻ എന്ന ഐഡന്റിറ്റിയാണ്. അത് പൗലോസ് അപ്പോസ്തലൻ ദൈവിക ശുശ്രൂഷയെ പറ്റിയുള്ള തൻ്റെ വ്യക്തിപരമായ ഒരു അതിശയകരമായ അവകാശവാദം, അസ്റ്റോണിഷിംഗ് ക്ലെയിം തന്നെയായിരുന്നു. ദൈവമാണ് ഈ സഭയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി തന്നെ നിയോഗിച്ചതെന്ന്. ദൈവത്തിന്റെ സവിശേഷമായ വിളിയിലൂടെ തനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഉദ്യോഗമാണ് ദ കമ്മീഷൻ എന്ന് പൗലോസ് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നുണ്ട്. കൊലോസ്യ ലേഖനത്തിൽ തന്നെ ഐ ഹാവ് ബിക്കം എ ഡീക്കൻ ത്രൂ ദ കമ്മീഷൻ ഓഫ് ഗോഡ് എന്ന് പൗലോസ് പറയുന്നു. 1 കൊരിന്ത്യർ 4:1 ഞങ്ങളെ ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരും ദൈവം മർമ്മങ്ങളുടെ ഗൃഹവിചാരകരുമെന്ന് ഇങ്ങനെ ഓരോരുത്തരും എണ്ണിക്കൊള്ളട്ടെ എന്നും, റോമാലേഖനം 15-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ ഞാൻ ദൈവത്തിന്റെ സുവിശേഷ ഘോഷണം പുരോഹിതനായി അനുഷ്ഠിച്ചുകൊണ്ട് ജാതികളിൽ ക്രിസ്തുയേശുവിന്റെ ശുശ്രൂഷകനായിരിക്കുന്നു എന്നും പൗലോസ് ഓർമ്മിപ്പിക്കുകയാണ്. ഈ അവകാശവാദം അപ്പോസ്തലന്റെ സ്വയ പ്രശംസയല്ല, അഥവാ നമ്മുടെ മൂത്തിയച്ചന്റെ ഒക്കെ ഭാഷയിൽ പറഞ്ഞാൽ പൗലോസ് വെറുതെ തള്ളിമറിക്കുകയല്ല. അത് തൻ്റെ സ്വത്വത്തെ പറ്റി തൻ്റെ അനുഭവവും ആഴമായ ബോധ്യവും ഉറപ്പുമായിരുന്നു. ദൈവത്തിൻ്റെ ഈ അപ്പോസ്തോലിക നിയോഗം അഥവാ ഉദ്യോഗം ക്രിസ്തു ശരീരത്തിന്റെ ശുശ്രൂഷകനായിരിക്കുന്നതിനാണ്. ടു ബി ദ മിനിസ്റ്റർ ഓഫ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. എന്തൊക്കെയാണ് ഇതിന്റെ അർത്ഥതലങ്ങൾ? ഒന്നാമതായി, പട്ടത്ത ശുശ്രൂഷ അത് സഭയുടെ ശുശ്രൂഷയാണ്, വ്യക്തിഗതമായ ശുശ്രൂഷയല്ല, വ്യക്തി താല്പര്യങ്ങളിൽ അധിഷ്ഠിതവുമല്ല. Ordained ministry is not an individual ministry, neither an individualized ministry.
പൗലോസ് ഊന്നി പറയുന്നത് സഭ ക്രിസ്തുവിന്റെ ശരീരമാണെന്ന്. സഭ ക്രിസ്തുവിന്റെ ശരീരം എന്നതിൻ്റെ പരമപ്രധാനമായ അർത്ഥം ക്രിസ്തുവിനെ ലോകത്തിൽ വെളിവാക്കുന്നതും ക്രിസ്തുവിനു വേണ്ടി ലോകത്തിൽ പ്രവർത്തിക്കുന്നതും സഭയാണ് എന്നുള്ള യാഥാർത്ഥ്യമാണ്. അതോടൊപ്പം ലോകം ക്രിസ്തുവിനെ അറിയുന്നതും അനുഭവിക്കുന്നതും സഭയിലൂടെയാണ്. ആയതിനാൽ സഭ ക്രിസ്തുവിന്റെ ശരീരം എന്നത് ഈ ലോകത്തിലുള്ള ദൈവത്തിന്റെ സാന്നിധ്യത്തെയും പ്രവർത്തന പ്രക്രിയയെയും അനുഭവത്തെയും കുറിക്കുന്നതാണ്. ആയതിനാൽ സഭയുടെ ശുശ്രൂഷകൻ എന്ന നിയോഗം ഒരു സ്ഥാനം മാത്രമല്ല, അത് ക്രിസ്തുവിന്റെ ശരീരത്തിന് ശുശ്രൂഷയുടെ മിഴിവും രൂപവും നൽകുന്ന അനുഗ്രഹീത ശുശ്രൂഷയാണ്. ക്രിസ്തുവിന്റെ തികവിലേക്ക് ദൈവജനത്തെ നയിക്കുന്ന ശുശ്രൂഷയാണത്. ലോകത്തിന്റെ ഞരക്കങ്ങളെ ശ്രദ്ധിക്കുവാനുള്ള, ആർദ്രതയുള്ള സമൂഹമായി സഭയെ രൂപപ്പെടുത്താനുള്ള ശുശ്രൂഷയാണ്. അധീശത്വത്തിന്റെയും വെറുപ്പിന്റെയും നാരറ്റീവ്സിൽ വഴുതി വീണുപോകാതിരിക്കുവാൻ തക്കവണ്ണം സഭയെ സൂക്ഷ്മതയോടെ കാത്ത് പരിപാലിക്കുന്ന, സഭയുടെ വഴികളെ തിരുത്തുന്ന ശുശ്രൂഷയാണിത്. അധികാരത്തിന്റെ ആസക്തിയും യുദ്ധവെറിയും ആസ്വദിക്കുന്ന ആത്മീയതയ്ക്കെതിരായി ഒരു വ്യതിരിക്ത സമൂഹമായി, ഓൾട്ടർനേറ്റ് കമ്മ്യൂണിറ്റി എന്ന നിലയിൽ നിലകൊള്ളുവാൻ ദൈവജനത്തെ പ്രചോദിപ്പിക്കുന്ന, പ്രാപ്തരാക്കുന്ന ശുശ്രൂഷയാണ് ഈ ശുശ്രൂഷ. അതാണ് പട്ടത്ത ശുശ്രൂഷ, സഭയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള നിയോഗം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. രണ്ടാമതായി, പട്ടത്ത ശുശ്രൂഷ ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങൾ പൂരിപ്പിക്കുവാനുള്ള നിയോഗമാണ്. ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങൾ പൂരിപ്പിക്കുവാനുള്ള നിയോഗമാണ്. പൗലോസിനെ സംബന്ധിച്ച് ദൈവിക ശുശ്രൂഷയുടെ അപ്പസ്തോലിക ആധികാരികതയുടെ അടയാളം എന്നത് ദൈവിക ശുശ്രൂഷകന്റെ കഷ്ടാനുഭവമാണ്. എന്നാൽ ഈ വേദഭാഗത്ത് പൗലോസിന്റെ മറ്റ് ലേഖനങ്ങൾ പറഞ്ഞിരിക്കുന്ന വ്യത്യസ്തമായി തികച്ചും സഹനത്തെ പറ്റിയുള്ള സവിശേഷമായ ഒരു വ്യാഖ്യാനം നൽകുകയാണ്. എന്താണത്? ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളിൽ കുറവായത് തന്റെ ശരീരത്തിലൂടെ പൂർത്തിയാക്കുന്നു. എന്താണ് അതിന്റെ അർത്ഥം? ക്രിസ്തു ലോകത്തിനു വേണ്ടി സ്വീകരിച്ച കഷ്ടതകൾ അപൂർണമാണെന്നാണോ? ഒരിക്കലുമല്ല. എന്നാൽ അത് അർത്ഥമാക്കുന്നത് ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തോടുള്ള ഏറ്റവും ആഴമായ ബന്ധമാണ്, ഏറ്റവും അഗാധമായ ഉൾച്ചേരലാണ്. അതാണ് ദൈവിക ശുശ്രൂഷ. അതാവണം ദൈവിക ശുശ്രൂഷ. തന്റെ ശരീരത്തിൽ അനുഭവിക്കുന്ന കഷ്ടതയും ആ കഷ്ടതയിലൂടെ ലഭ്യമാകുന്ന ഒരു പുതിയ രുചി വൈവിധ്യവും, ഡിസ്റ്റിങ്ക്റ്റ് ഫ്ലേവർ ഇല്ലാതെ ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ ഒരിക്കലും പൂർത്തീകരിക്കയില്ല എന്ന് പറയാനുള്ള ആർജവമാണ് പൗലോസ് ഇവിടെ കാണിക്കുന്നത്. അതൊരു ശുശ്രൂഷകന്റെ പ്രിവിലേജാണ്. The privilege to fulfill the sufferings of his master. അത് പൗലോസ് ഏറ്റവും ആർദ്രമായ ഭാഷയിൽ പറയുന്നു. പൗലോസിനെ സംബന്ധിച്ച് ഇറ്റ് ഇസ് എ ബാഡ്ജ് ഓഫ് ഓണർ, ഒരു വലിയ അഭിമാനത്തിന്റെ ചിഹ്നമാണ് ക്രിസ്തുവിന് വേണ്ടിയുള്ള തന്റെ കഷ്ട അനുഭവങ്ങൾ. പ്രിയരെ, ദൈവജനത്തോടൊപ്പം അവരുടെ സഹനാനുഭവങ്ങളിൽ പങ്കാളിയാകുവാൻ ഒരു ക്രിസ്തീയ ശുശ്രൂഷകൻ തന്നെ സമർപ്പിക്കുമ്പോൾ മാത്രമാണ് ഒരു പട്ടക്കാരൻ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാന ദൈവത്തിന് പ്രസാദകരമാകുന്നത്. മുറിക്കപ്പെട്ട അപ്പവും ചൊരിയപ്പെടുന്ന വീഞ്ഞും ലോകത്തിന്റെ വ്രണിത അനുഭവങ്ങളിൽ പങ്കാളിത്തത്തിന്റെയും വീണ്ടെടുപ്പിന്റെയും സൗഖ്യത്തിന്റെയും അടയാളമായി മാറുന്നു. എന്നാൽ ഇന്ന് കഷ്ടാനുഭവങ്ങളെ തന്നെ നാം വ്യത്യസ്തമായി കാണേണ്ട ഒരു അനുഭവമാണ്. കാരണം നമ്മുടെ മുൻപിൽ ഈ കഷ്ടാനുഭവങ്ങൾ തന്നെ, നമ്മുടെ ശുശ്രൂഷ സരണികൾ തന്നെ, നമ്മുടെ സാമൂഹിക ക്രമങ്ങൾ തന്നെ മാറിയിരിക്കുകയാണ്. ഇന്ന് നാം
സാമൂഹിക മാധ്യമങ്ങൾ നിർമ്മിക്കുന്ന ഒരു ഫേക്ക് സക്സസ് ഇമേജിനു വേണ്ടി പലപ്പോഴും ശുശ്രൂഷകളെ തന്നെ അതിനനുസരിച്ച് അതിന് സൗഹൃദമാക്കിക്കൊണ്ടിരിക്കുകയാണ്. പട്ടത്തെ ശുശ്രൂഷ പലപ്പോഴും വൈറലാകാനുള്ള, എല്ലാവർക്കും പ്രിയമാകാനുള്ള, എല്ലാവരെയും സന്തോഷിപ്പിക്കാനുള്ള ഒരു വെമ്പലായി തിടുക്കമായി മാറുകയാണ്, ഒരു തത്രപ്പാടാകുകയാണ്. യഥാർത്ഥ സഹനാനുഭവങ്ങൾക്ക് സ്ഥാനം നഷ്ടപ്പെട്ടു പോകുന്ന, സഹനാനുഭവങ്ങൾ പോലും റീലുകളായി മാറുന്ന ഒരു കാലമാണിത്. കാത്തലിക് അപ്പസ്തോലിക് സെമിനാരിയുടെ പ്രൊക്യൂറേറ്റർ ആയിരുന്ന ഫാദർ ജോസ് കുഴിക്കാനി അച്ഛൻ്റെ ഒരു അനുഭവം. ആദ്യകാലങ്ങളിൽ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് കട്ടപ്പനയുടെ ഹൈറേഞ്ച് മേഖലയിൽ പ്രവർത്തിക്കുന്ന കാലം, അതിരാവിലെ ഒരു ദൈവാലയത്തിൽ വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുവാൻ ബൈക്കിൽ അതിവേഗം കോടമഞ്ഞിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ എവിടെയോ ബൈക്കിൽ നിയന്ത്രണം വഴുതിപ്പോയി തെറിച്ച് റോഡിൽ വീണ് പരിക്കേറ്റ് കിടക്കുകയാണ്. എഴുന്നേക്കാൻ കഴിയുന്നില്ല, അല്പം ബോധം മാത്രമുണ്ട്. അവിടെ ആരും ആ വഴിയൊന്നും വരുന്നില്ല. അവിടെ കിടക്കുമ്പോഴാണ് ഇറക്കമിറങ്ങി വേഗത്തിൽ വരുന്ന ഒരു ജീപ്പിന്റെ ശബ്ദം കേൾക്കുന്നത്. മരണം ഇതാ എത്തിക്കഴിഞ്ഞു എന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ തൊട്ടടുത്തെത്തുന്ന ജീപ്പ് പെട്ടെന്ന് കൊക്കയിലേക്ക് മറിയുന്നു. എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. കുറെ നേരം കഴിഞ്ഞ് ആ വഴിയിലൂടെ കയറ്റം കയറി വന്ന ഒരു ബസ് യാത്രക്കാരാണ് ഈ അച്ഛൻ അവിടെ മൃതപ്രായനായി കിടക്കുന്നത് കാണുന്നത്. അച്ഛനെയും കൊക്കയിലേക്ക് മറിഞ്ഞു വീണിരുന്ന ജീപ്പിലെ ഡ്രൈവറെയും അവർ രക്ഷിച്ച് ആശുപത്രിയിൽ എത്തിച്ചു. പിന്നീട് ആശുപത്രിയിൽ വെച്ചാണ് അച്ഛൻ അറിയുന്നത്, രാവിലെ പാൽവണ്ടിയുമായി അതിവേഗം യാത്ര ചെയ്തു വന്ന ആ ജീപ്പിന്റെ ഡ്രൈവർ ആ വഴിയിൽ ഒരു മനുഷ്യൻ കിടക്കുന്ന കാണുമ്പോൾ പെട്ടെന്ന് വെട്ടിച്ച് കൊക്കയിലേക്ക് ജീപ്പ് മറിക്കുകയായി. അവരിനു വേണ്ടി സ്വയം അപകടം ഏറ്റെടുക്കുന്നവർ ഈ ലോകത്തിൽ പട്ടക്കാരെയും പട്ടത്തെ ശുശ്രൂഷയും ഏറെ ആദരിക്കുകയും വിലമതിക്കുകയും നമ്മുടെ സമർപ്പണത്തെക്കാൾ അധികം ദൈവസന്നിധിയിൽ സമർപ്പണമുള്ളകയും ഉണ്ടായിരിക്കുകയും ചെയ്യുന്ന ദൈവജനത്തിനാണ് പ്രിയമുള്ള ശമാശന്മാരെ ഈ പട്ടത്തെ ശുശ്രൂഷയിൽ നമ്മൾ ശുശ്രൂഷിക്കുന്നത്. പലപ്പോഴും അതിൽ നിന്നും മാറി നമ്മുടെ ജീവിതത്തിൻ്റെയൊക്കെ സൗകര്യങ്ങളിലേക്ക്, പ്രശ്നങ്ങളില്ലാതിരിക്കുന്ന അനുഭവങ്ങളിലേക്ക് ചേർന്ന് നിൽക്കാൻ, ജീവിതത്തിന്റെ പ്രതിസന്ധികളുമായി വെല്ലുവിളികളുമായി സമരസപ്പെടുവാൻ കഴിയാതെ മാറി നിൽക്കുമ്പോൾ, വെല്ലുവിളി ഏറ്റെടുക്കുവാൻ കഴിയാതെ മാറി നിൽക്കുമ്പോൾ അത് ക്രിസ്തുവിനോടുള്ള അവിശ്വസ്തതയായിട്ട് മാറും. ആർച്ച് ബിഷപ്പ് റോബിൻ വില്യംസ് പ്രകാരം പറഞ്ഞിട്ടുണ്ട്, ക്രൈസ്റ്റ് is killed every day by the injuries we refuse, by the risks we refuse, and the involvement we refuse. പ്രിയ ശമാശന്മാരെ, സഭയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ നിയോഗം സ്വീകരിച്ച് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ പങ്കുകാരായി അവയെ പൂരിപ്പിച്ച് ലോകത്തിൽ ക്രിസ്തുവിൻ്റെ കൂദാശയായി മാറുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ ചൊരിയട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തിലൂടെ നിങ്ങൾ ശുശ്രൂഷിക്കുന്ന ഇടങ്ങൾ ദൈവകൃപയുടെ അനുഗ്രഹീത ഇടങ്ങളായി രൂപപ്പെടട്ടെ. അതിന് ദൈവം തമ്പുരാൻ നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.